കേരളത്തിലെ 16 സീറ്റുകളിലാണ് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനം ഇന്ന് ചേർന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ എടുത്തു. 16 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. അത് നാളെ രാവിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അത് പ്രഖ്യാപിക്കും. നാളെ രാവിലെ പ്രഖ്യാപിക്കും. എല്ലാ സീറ്റിലും തീരുമാനമെടുത്തു. ഇന്നത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. നാളെ പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം നാളെ അവിടെ നിന്നല്ല പ്രഖ്യാപിക്കേണ്ടത്. ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത്. KPCCയോ UDF അല്ല പ്രഖ്യാപിക്കേണ്ടത്. അത് AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. അവർ നാളെ രാവിലെ ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കും. അതിനൊരു പ്രോസസ് ഉണ്ട്. എല്ലാ 16 സീറ്റും കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന 16 സീറ്റ് എല്ലാം അതിൽ വന്നു. 16-ലെല്ലാം വന്നു. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, KPCCയും UDFിലെ മുഴുവൻ ഘടകകക്ഷികളും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു UDFിൻ്റെ തീരുമാനമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന്. അത് ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. KPCC നേരത്തെ തന്നെ ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട്, എല്ലാ തലത്തിലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം, ഇന്നെടുത്ത തീരുമാനം ദയവീത് ഞങ്ങളോട് പറയരുത്. ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത്. ഔദ്യോഗികമായി AICC നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് നാളെ രാവിലെ തന്നെ പ്രഖ്യാപിക്കും. നാളെ രാവിലെ തന്നെ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. 4 UDF സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ 20 UDF സ്ഥാനാർത്ഥികളും ഫീൽഡിലിറങ്ങി പ്രവർത്തനം തുടങ്ങും. തീർച്ചയായും ഉണ്ടാവും. വലിയ സർപ്രൈസ് ഉണ്ടാവും. അത് പറയില്ല. വലിയ സർപ്രൈസ് ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നമ്മളെ ലിസ്റ്റിന്റെ അകത്ത് വരും. ഉറപ്പ്. അതെല്ലാം വേറെ എല്ലാവരും എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും നിങ്ങൾക്കത് സർപ്രൈസ് ആയിരിക്കും.